കാലങ്ങളായി മലയാളികളുടെ പ്രണയസങ്കല്പങ്ങളിൽ ഗുൽമോഹർ പൂക്കൾക്ക് സ്ഥാനമുണ്ട്. കേരളത്തിന്റെ പരമ്പരാഗത ക്യാമ്പസ് മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഓരോ കാലത്തെയും ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗുൽമോഹർ പൂക്കൾക്ക് സംഗീതമുണ്ടെന്ന് എഴുതിയത് മാധവിക്കുട്ടിയാണ്. പ്രണയത്തെയും വിപ്ലവത്തെയും പോലെ എഴുത്തുഭംഗിക്കും കൂട്ടുനിന്നിട്ടുണ്ട് ഗുൽമോഹർ പൂക്കൾ. അത്രയും വശ്യ സൗന്ദര്യമാണ് ഗുൽമോഹറിന്. അധികം ബലമില്ലാത്ത ശാഖകളിലാണ് പൂക്കൾ വിരിയുന്നത്. മഴക്കാലത്ത് ഗുൽമോഹർ ചില്ലകൾ താനെ അടർന്ന് വഴികളിൽ വീഴുമെന്നതും പ്രകൃതിയുടെ നിബന്ധനയാണ്. സൂര്യപ്രകാശം ആവശ്യമുള്ള ഗുൽമോഹറിന് ചെറുവരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാനും സാധിക്കും. പരമാവധി 10 മീറ്ററാണ് ഗുൽമോഹർ മരത്തിന്റെ വളർച്ച. കുഞ്ഞിലകളുള്ള ഈ മരം അലങ്കാര വൃക്ഷവുമാണ്. ശാഖാഗ്രങ്ങളിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. ചെറുകാറ്റിലും പൂക്കൾ കൊഴിയുന്നതും സാധാരണയാണ്. ആഴത്തിൽ വേരുകളിറങ്ങാത്ത ഗുൽമോഹറിന്റെ ചുവടെ മറ്റു മരങ്ങൾ വളരുകയില്ല. വേരുകളിൽ നിന്ന് പുതു ഗുൽമോഹർ ചെടികൾ ഉണ്ടാവുന്നതും പ്രത്യേകതയാണ്. സിസാൽ പിനിയേസി എന്ന സസ്യവർഗത്തിൽപ്പെട്ട ഗുൽമോഹർ, ഗോൾഡ് മോഹർ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ പ്രസിദ്ധമാണ്. കേരളത്തിൽ വാഗപ്പൂമരമെന്നും വിളിക്കാറുണ്ട്. വേനലിൽ പൂത്തുവിടർന്ന് വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്ന ഗുൽമോഹർ പൂക്കൾ തീർക്കുന്നത് തീവ്ര വിരഹത്തിന് തുല്യമായ വികാരമാണ്. പ്രണയവും സൗഹൃദവും ബാല്യകൗമാരവും ഗ്രഹാതുരതയും മാത്രമല്ല വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ. ആർക്കോ വേണ്ടി വിരിഞ്ഞ് അനാഥത്വത്തോടെ കൊഴിഞ്ഞു പോകുന്നവ. കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പ് അണിഞ്ഞതെന്നാണ് വിശ്വാസം. കുരിശിന് ചുവട്ടിലായി രാജകീയ പോയിൻസിയാന എന്ന മരമുണ്ടായിരുന്നെന്നും യേശുവിന്റെ വിശുദ്ധ രക്തം മരത്തിൽ വിരിഞ്ഞ പൂക്കളിൽ ചൊരിയപ്പെട്ടാണ് രക്തവർണമായതെന്നും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നു. മഡ്ഗാസ്കർ എന്ന ആഫ്രിക്കൻ ദ്വീപ് പ്രദേശങ്ങളിലാണ് ഗുൽമോഹറിന്റെ ഉത്ഭവം. ഡെലോനിക്സ് റീജിയ എന്നതാണ് ശാസ്ത്രീയ നാമം. അലസി പൂമരമെന്നും വിളിക്കുന്ന വൃക്ഷത്തിലാണ് ഗുൽമോഹർ പൂക്കൾ ഉണ്ടാവുന്നത്. ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ എങ്ങും ഗുൽമോഹർ പൂക്കാലമാണ്. പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങളിൽ ചുവപ്പ് നിറയുന്ന കാലം. ഇന്ത്യയിൽ ഗുൽമോഹർ മരങ്ങൾ വളരാൻ തുടങ്ങിയിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ തീവ്രമായ പ്രണയത്തിനെ അടയാളപ്പെടുത്താൻ ഗുൽമോഹറിനെ കഴിയൂ എന്ന് തന്നെ പറയാം. മുൻപേ നടന്ന നിന്റെ നിശ്വാസങ്ങളുടെ കാറ്റിൽ ഇന്ന് ഈ മരത്തണലിൽ ഞാൻ തനിച്ചാണെന്ന് ഗുൽമോഹർ നമ്മളോട് പറയാതെ പറയുകയാണ്. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.